കേരള PSC പരീക്ഷയിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്യുന്ന പോലെ തന്നെ ദേവസ്വം ബോർഡ് പരീക്ഷയിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഇവിടെ നമ്മൾ തുടക്കം കുറിച്ച സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ വീഡിയോ ക്ലാസ് സീരീസിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇവിടെ ആദ്യം നൽകിയിരിക്കുന്നത് നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം എന്നാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ദക്ഷിണ കേരളത്തിൽ പ്രചാരണത്തിലുള്ള അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം എന്നാണ്. തെയ്യത്തെ കലാരൂപങ്ങളെക്കുറിച്ച് മുകളിൽ നൽകിയ രണ്ട് പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ നൽകിയിരിക്കുന്നതിന് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ്. നമുക്ക് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് ഒന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദക്ഷിണ കേരളത്തിൽ എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം തെയ്യം എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിൽ പ്രസിദ്ധമായിട്ടുള്ള കലാരൂപമാണെന്ന് നമ്മൾ പഠിക്കാറുണ്ട്. തെയ്യങ്ങളുടെ നാടെന്നൊക്കെ അറിയപ്പെടുന്ന കണ്ണൂരാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്തൊരു ചോദ്യം ഇവിടെ നൽകിയിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ കഥകളിയുടെ സാഹിത്യരൂപം ഏതെന്നാണ്. ഇത് പൊതുവെ എല്ലാ പരീക്ഷയിലും ചോദിക്കാറുള്ളതാണ്. ഉത്തരമായിട്ട് വരേണ്ടത് ആട്ടക്കഥയാണ്. ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യരൂപം. അടുത്ത ചോദ്യം നോക്കുക. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം ഏതാണ്? ശ്രീരാമ ക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം ഏതാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആലത്തിയൂർ പെരും തൃക്കോവിലാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ആലത്തിയൂർ പെരും തൃക്കോവിലാണ്. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ആലത്തിയൂർ പെരും തൃക്കോവിൽ. ഇനി അടുത്തത് രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം കൂടൽമാണിക്യമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഇനി മുപ്പട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം ഏതാണ്? ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. തിരുമാണ്ടാംകുന്ന് ഭഗവതി ക്ഷേത്രമാണ്. മുപ്പട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുമാണ്ടാംകുന്ന് ഭഗവതി ക്ഷേത്രമാണ്. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രമാണ് കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം. കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം. അപ്പൊ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഒന്ന്, നമ്മൾ പഠിച്ചത് ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം ഏത്? ഉത്തരമായിട്ട് വരുന്നത് ആലത്തിയൂർ പെരും തൃക്കോവിലാണ്. അടുത്തത് രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം ഏത്? കൂടൽമാണിക്യം. മുപ്പട്ട് ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം തിരുമാണ്ടാംകുന്ന് ഭഗവതി ക്ഷേത്രം. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം. ഇനി നമ്മൾ പഠിക്കുന്നത് തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രമാണ്. തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രമാണ് കണ്ണൂരിലെ കൊട്ടിയൂർ ക്ഷേത്രം. ഗരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഗരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്? കൃഷ്ണഗീതി. കൃഷ്ണഗീതി എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്. ഇനി അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് ഏതാ? അത് സോപാന സംഗീതമാണ്. അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ടാണ് സോപാന സംഗീതം. 5ാമത്തെ വേദമായി അറിയപ്പെടുന്നതോ മഹാഭാരതമാണ്. ഏതാണ്? മഹാഭാരതം. മാമാങ്കവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ഇത്? നാവാമുകുന്ദ ക്ഷേത്രം. നാവാമുകുന്ദ ക്ഷേത്രം. അപ്പൊ മാമാങ്കവുമായി ബന്ധപ്പെട്ടത് നാവാമുകുന്ദ ക്ഷേത്രം. 5ാമത്തെ വേദം ആയിട്ട് അറിയപ്പെടുന്ന മഹാഭാരതം. ഇനി അമ്പലങ്ങളിൽ നടക്കിൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് സോപാന സംഗീതം. ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്? ഉത്തരമായിട്ട് വരേണ്ടത് കൃഷ്ണഗീതി. ഇനി ഗരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ ഏറ്റുമാനൂർ. തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. പിന്നെ 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രമാണ് കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം. 30 ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രമാണ് തിരുവണ്ടാംകുന്ന് ഭഗവതി ക്ഷേത്രം. രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രമാണ് കൂടൽമാണിക്യം. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ആലത്തിയൂർ പെരും തൃക്കോവിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മുടെ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ചോദ്യം കാണുന്നുണ്ട്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികി എന്ന നോവൽ എഴുതിയതാരാണ്? TD
രാമകൃഷ്ണൻ. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇതിനിടയിലൂടെ കടന്നു വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു 10ഓളം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ചില പരീക്ഷയ്ക്ക് 10 വരും, ചിലപ്പോൾ 15 വരും, ചിലപ്പോൾ 20 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറേ ഉണ്ട് ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ. അതൊക്കെ നോക്കുമ്പോൾ തന്നെ കുറേ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ ബുക്കുകളൊക്കെ റെഫർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പ്രീവിയസ് ഒക്കെ ആയിട്ട് ചോദിച്ചത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.